അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവന്റെ സ്നേഹമറിഞ്ഞവർ പ്രശോഭിതരായി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, സങ്കീർത്തനം 37 അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 1-ാം വാക്യം നമ്മളെ കേൾപ്പിക്കുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. ഈ ഒരു വാക്യത്തിൽ ഒരുപാട് കാര്യങ്ങളാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന വചനം ഈ സമയത്ത് നമുക്കിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ വിളിച്ച് വേർതിരിച്ച് കർത്താവ് നമുക്ക് നൽകിയ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന മക്കള് ഈ ലോകത്ത് വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് വെച്ച് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ തന്നെയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളായി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സമയങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെ മേലും വിമർശിക്കാനും പഴിക്കാനും ദുഷിക്കാനും ഒക്കെ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. അവരോട് നമ്മൾ സംസാരിക്കാനും അവർക്ക് മറുപടി പറയാനും പിന്നെ അവരോട് പ്രതികരിക്കാനും പോയാൽ നമ്മളിലെ ദൈവകൃപയൊക്കെ നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്തോറും ഒന്നോർക്കുക, കാൽവരി ക്രൂശിൽ ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചില്ലേ? ഇവയൊക്കെ ജയിച്ച കർത്താവിനെയല്ല നമ്മൾ ആരാധിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഈ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തമുള്ള പ്രശ്നങ്ങൾ അത് നമ്മൾ ഏറ്റെടുക്കാതെ, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാതെ വന്നാൽ അത് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. ആമേൻ, സ്തോത്രം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. അത് നമുക്കൊരു മുഷിപ്പാട്ട് തോന്നല്ല ദൈവമക്കളെ. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. വചനമല്ലേ, അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സങ്കടപ്പെടാനും കരയാനും വേദനിക്കാനും അതിൻ്റെ പിന്നാലെ പോകാനും ഒരിക്കലും ഇടയാകരുത്. കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ജയിച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു കുറവായിട്ട് കണക്കിലെടുക്കാതെ അവയൊക്കെ അങ്ങ് ദൈവസ്ഥലിലേക്ക് വിട്ടുകൊടുത്തിട്ട് കർത്താവ് ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ എന്താണ്? ദൈവമക്കളെ, മുമ്പോട്ടുള്ള വഴി ലോകക്കാർ തുറന്നു തരികയില്ല. നമുക്ക് മുന്നിലുള്ള എല്ലാ വഴികളെയും അടയ്ക്കുന്നവരായിരിക്കാം നമ്മുടെ കൂടെ നിൽക്കുന്നവർ. എന്നാൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവം അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോയത്. നന്മ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ദൈവമക്കളെ നമുക്ക് കിട്ടുന്നത് സുഖകാലങ്ങളിലല്ല. ആമേൻ എന്ന് വെച്ച് നമുക്കെന്നും ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിതയെന്നും കണ്ണുനീരിൻ്റെ സമയത്താണ്. കണ്ണുനീരിൻ്റെ സമയത്ത് വേണം ദൈവമക്കളെ വിതയ്ക്കാൻ. എന്നാലേ നമുക്ക് ആർപ്പോടെ കൊയ്യാൻ പറ്റത്തുള്ളൂ. സന്തോഷത്തിലിരിക്കുന്ന സമയത്തല്ല വിതയ്ക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ മുടക്കി സങ്കടപ്പെട്ട് പുതച്ചു മൂടി കിടന്നിട്ട് നമുക്കൊന്നും ദൈവസന്നിധി നേടാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഈ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക. നമ്മുടെ സങ്കടങ്ങളെയെല്ലാം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് എന്താണോ അത് നന്നായി ചെയ്തു പോവുക. ദൈവാനുഗ്രഹിക്കട്ടെ. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാൻ പറഞ്ഞ ദേശം വിട്ടു പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവിന് വേണ്ടി അപ്പനെയോ അമ്മേനെയോ വസ്തുവകളോ നിലങ്ങളെയോ എല്ലാം കർത്താവിന് വേണ്ടി വിട്ടിറങ്ങുന്നവന് ഇതെല്ലാം 100 മടങ്ങ് ഉപദ്രവങ്ങളോടെ തിരിച്ചു കിട്ടും. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. അപ്പോഴും വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞു പോവുക. കർത്താവിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ചേർത്ത് നിർത്തുന്ന ദൈവം ദൈവമക്കളെ വാഗ്ദത്തങ്ങൾ നിറവേറി വചനം നിറവേറി കാണത്തക്കവണ്ണം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തും. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടിയില്ലെങ്കിൽ ഇനി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ച വിഷയങ്ങളൊന്നും സാധിച്ചില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ തളർന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, എന്നേക്ക് നിൽക്കുന്ന ആ സിയോൻ പർവ്വതം പോലെ ഒരിക്കലും കുലുങ്ങാതെ നിൽക്കുവാനിടയാകട്ടെ. വിശ്വാസത്തിൽ പതറിപ്പോകാതിരിക്കട്ടെ.
അവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നത് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഉറപ്പായിട്ടും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്താണ് ഹൃദയത്തിൽ ആഗ്രഹിച്ചത്? അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള നന്മയ്ക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹത്തെ കർത്താവ് നമുക്ക് സാധ്യമാക്കി തരികയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടയാകുകയും ചെയ്യും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ദൈവത്തിൽ കർത്താവെ പൂർണ്ണമായിട്ട് ആശ്രയം വെച്ചുകൊണ്ട് എൻ്റെ കർത്താവിൽ തന്നെ രസിച്ചിരുന്നുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ തിരുവചനത്തെ രസിച്ചുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ രസിച്ചുകൊണ്ട്, ഹൃദയത്തിലെ ആഗ്രഹത്തെ തരുന്ന തമ്പുരാൻ്റെ പാദപീഠത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ യേശുവേ സ്തോത്രം. ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോഴും എൻ്റെ കർത്താവെ ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയാനിടയാകാതെ, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും ചെയ്യാതെ, എൻ്റെ കർത്താവെ ദൈവമേൽപ്പിച്ച വേല ദൈവത്തെ നോക്കി ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ, നിങ്ങളിലേക്ക് നോക്കിയാരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. എൻ്റെ കർത്താവെ, ഒരുപാട് നിന്ദയും പരിഹാസങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് സഹിച്ച് മടുത്തവരായി സങ്കടത്തോടെ ഇന്ന് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ, അവിടുന്ന് പരിശുദ്ധാത്മ ശക്തിയാൽ നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിക്കായി കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.